ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു നാടൻ അവലോസ് ഉണ്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് തരി തരിയുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി ഇതിലിട്ടിട്ട് വറുത്തെടുക്കണം. നല്ല ചോന്നിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടുന്ന വെല്ലം, പിന്നെ ചുക്ക്, ഏലക്കായ ഇതെല്ലാം കൂട്ടിയിട്ട് പൊടിക്കണം. ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചുക്കും ഏലക്കായയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെല്ലം ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കണം. ഇത് മിക്സ് ചെയ്യണം. തേങ്ങയും നമ്മളെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം വറുത്തെടുക്കണം. ഇനി നമുക്കിത് വറുക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടി നല്ലോണം വറുത്തെടുക്കാം. ഇതിങ്ങനെ നമുക്ക് വറുത്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. കുപ്പിയിലാക്കിയിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഓരോരുത്തർ ചെയ്യുക. ഞാനിതിപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വറുത്തിട്ടെടുക്കാം. ഞാൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എൻ്റെ അവലോസ് ഉണ്ടയാക്കിയിട്ട് ഞാൻ ഒരു കുപ്പിയിലിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ ഇത് നല്ലോണം ചോന്ന് വരണം. എന്നാൽ മാത്രമേ അവലോസ് ഉണ്ടക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പണ്ടെല്ലാം നമ്മൾ പുട്ടിൻ്റെ പൊടി വറുക്കുന്നില്ലേ, അപ്പോൾ അതിലും കൂടുതൽ വറുത്തിട്ടാവണം. നല്ല അടിപൊളിയായിട്ട്. എന്നാൽ മാത്രമേ അവലോസ് ഉണ്ട നല്ല ക്ലിയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലോണം ചോന്ന് ഏകദേശമായി വരുമ്പോൾ മുതൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ബോറടിയായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചോന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഏകദേശം ഒന്ന് കളറ് മാറി വരുന്നുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ നല്ലോണം ഇതിലും കുറച്ചും കൂടി കളറ് മാറണം. നേരം നമുക്ക് വാങ്ങാം. ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടാണ്ട്. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും, കരിഞ്ഞു പോകും. അപ്പോൾ രുചിയെല്ലാം മാറും. അങ്ങനെ ആക്കാൻ പാടില്ല. അപ്പോൾ നല്ല കളറ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ അവലോസ് ഉണ്ടക്കുള്ള പൊടി പാകമായി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് തീ ഓഫാക്കട്ടെ. എന്നിട്ട് നമുക്ക് തണിയാനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളെ വെല്ലം ഉരുക്കിയത് റെഡിയാക്കാം. അപ്പോൾ വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ഒഴിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചുക്കും ഏലക്കായും പൊടിച്ചത്, ആ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി ഇളക്കണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ വെള്ളം നമുക്കൊരു ചെറിയൊരു നൂൽപ്പരുവം പോലെ ആകുമ്പോൾ
ഇതിലേക്ക് ഒരു ലേശം ചെറുനാരങ്ങേൻ്റെ നീരിട്ടിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ വെല്ലം ഒന്ന് നോക്കാം, ഏകദേശം ആയോ എന്ന്. ഏകദേശമായി. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങേൻ്റെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതാ, എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഇതിങ്ങനെ കട്ട പോലെ ആവാണ്ടിരിക്കാനാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ കുറച്ച് സിമ്മിലാക്കിയിട്ട് നമ്മളെ ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മളെ അവലോസ് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇടട്ടെ. എല്ലാ പൊടികളും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നല്ല കണ്ടീഷനായി. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതിനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം ഇളം കൈക്ക് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്കിതാക്കേണ്ടത്. ഇപ്പോൾ ഗൈസ് ഇതാ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അവലോസ് പൊടീൻ്റെ കുറച്ച് പൊടിയെടുത്ത് മാറ്റണം നമ്മൾ. അത് പ്ലേറ്റിൽ അങ്ങോട്ട് എടുത്ത് വെച്ച് നിങ്ങളോട് പറയാൻ മറന്നുപോയതാണേ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഉരുട്ടിയിട്ട് ഇടേണ്ടത്, നമ്മളെ ഓരോ അവലോസ് ഉണ്ടയും ഈ അരിപ്പൊടിയിൽ. അപ്പോൾ ഈ തണ്ണിനോ നോക്കട്ടെ, ഞാൻ ഉരുട്ടാൻ പറ്റുന്ന പാകമായിനോ. എന്നിട്ട് ഉരുട്ടിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ഉരുട്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഉരുട്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടണം. ചെറിയ ചെറിയ കുഞ്ഞു ഉരുള ഇളം ചൂടോടെ വേണം നമ്മളിത് ഉരുട്ടിയിട്ട് എടുക്കാൻ. ഇല്ലേ പിന്നെ ചിലപ്പോൾ ഉരുട്ടാൻ പറ്റില്ല, എല്ലാം കൂടി പറ്റിപ്പോവും. അപ്പം ഞാൻ കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. കണ്ടല്ലോ, ഇതാ ഇതാ ഒരളം ചൂടോടെ കയ്യിൽ നമുക്ക് ഒതുങ്ങുന്ന പോലത്തെ ചൂടിൽ വേണം അതാക്കിയെടുക്കാൻ. എനിക്കിത് ഈ പൊടി എൻ്റെ മേലെ ഇങ്ങനെ വേറി കൊടുക്കുക. ഈ അവലോസ് പൊടി ഉണ്ടല്ലോ ഈ ഉണ്ടക്ക് ഇതാ ഇങ്ങനെ, എന്നിട്ടാണ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ആറിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി, ആറിയ ഒരു പാത്രം എടുത്ത് വെക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്കിത് ഓരോ ഉണ്ടകളെ എടുത്ത് മാറ്റുക. ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അവലോസ് ഉണ്ട എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ട് കാണിച്ചു തരാം, ഒരുപാട് ലെങ്തായി പോണ്ട. അപ്പോൾ ഇതാ ഗൈസ് നാടൻ അവലോസ് ഉണ്ട എല്ലാം ഞാനിതാ ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി നമ്മളെ പൊടി വറുത്ത് വെച്ചത് കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇടുക. ഇതാണ് അവലോസ് ഉണ്ടയിൽ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവലോസ് ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നാടൻ അവലോസ് ഉണ്ട ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. വീണ്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ, വേഗം ഈസി ആയിട്ട് കഴിയുന്ന പരിപാടിയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, കണ്ട ഇതാ കണ്ട, അടിപൊളി കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റേ ഉണ്ട പോലെ ഭയങ്കര കട്ടിയുള്ള പോലെ ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ട. അപ്പം ഞാൻ തിന്നിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾ എപ്പോൾ അങ്ങനെയല്ലേ പറയാ. സൂപ്പർ. അപ്പോൾ ഓക്കെ, ബൈ.